എന്തിനാണ് ബ്രോ അവിടെ നമ്മളെ റിപ്പയർ സംസാരിച്ചോണ്ടിരുന്ന ബ്രോ ഞാൻ ബ്രോനെ അല്ല ഉച്ചാളിന്ന് വിളിച്ചത്. ഞാൻ അവിടെ കൊറേ ഉച്ചാളികൾ അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പൊ അവന്മാരും എല്ലാം എനിക്ക് പറഞ്ഞത് റിപ്പയറിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. എന്താണ് എന്ത് ഊച്ചാളി തന്നെയല്ലേ വിളിച്ചത്? ബ്രോനെ അല്ല വിളിച്ചത്. ഞാൻ എന്റെ പൊന്നു ബ്രോ, ഞാൻ അവിടെ വെച്ച് പറഞ്ഞെന്ന് വെച്ചാല് കുറെ ഉച്ചാളികൾ സിറ്റുവേഷൻ അവിടെ നിന്ന് സിറ്റുവേഷൻ എടുക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ബ്രോനെ എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു കാണും എന്ന് മനസ്സിലായി. അതാണ് പറഞ്ഞത്. ഞാൻ ബ്രോനെ പറഞ്ഞില്ലായിരുന്നു ആദ്യമേ. ഞാൻ മറ്റേ എന്തോ ബ്രോ ഇടപെടലെന്ന് എന്തോ പറഞ്ഞില്ലായിരുന്നു. ബ്രോനെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞല്ലേ ഞാൻ ബ്രോ സംസാരിക്കാൻ വിളിച്ചേ. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ കുറെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അവിടെ ബ്രോനെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ കുറെ ഊച്ചാളി സിറ്റിസൺസ് നിപ്പുണ്ടായിരുന്നു, അവന്മാരെല്ലാം പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ബ്രോനെ അന്നാരും പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല ബ്രോ? അത് എനിക്ക് ഞാൻ അങ്ങനെയല്ല കേട്ടത്. ചിലപ്പോ അവന്മാരോട് ചോദിച്ചു നോക്കാം, അവന്മാരും ഉണ്ടായിരുന്നു. ഞാൻ കേട്ടത് അവന്മാരാ ചോദിക്ക് അവന്മാരാരാണ് കൂടെ ഉണ്ടായത്. ഈ മാക്കനല്ലേ ബ്രോ കുറച്ചു മുന്നേ വന്നിരുന്നു കേട്ടെന്ന് പറഞ്ഞേ. അതവൻ കേട്ട കാര്യമായിരുന്നല്ലോ ബ്രോ. അവിടെ വെച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ബ്രോ. ഞാൻ എത്ര തവണ പറഞ്ഞു? ഞാൻ ബ്രോന്റെ മുഖത്ത് നോക്കി എന്താണ് പറഞ്ഞത്? ബ്രോ നിന്റെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു. ബ്രോ അതാണ് പറഞ്ഞത്. ബ്രോ ഒന്ന് ആലോചിച്ച് അവിടെ ഓൾറെഡി ഒരു ഗ്യാങ് സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഞാൻ പറയട്ടെ ബ്രോ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ ബ്രോ. അവിടെ ഓൾറെഡി ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സിറ്റുവേഷന്റെ ഇടയ്ക്ക് നമ്മൾ ട്രിഗർ ആയ സിറ്റുവേഷൻ എടുത്ത് അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ബ്രോ അവിടെ കയറി വന്നിട്ട് ഞാൻ സിറ്റുവേഷൻ എന്തെങ്കിലും പറഞ്ഞാൽ ബ്രോനെയാണ് പറഞ്ഞെന്ന് ബ്രോ വിചാരിക്കുമോ? എങ്ങനെ മനസ്സിലായില്ല ബ്രോ? ഞാൻ അവിടെ സിറ്റിസൺസിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോനെ പറഞ്ഞെന്ന് ബ്രോ വിചാരിച്ചു ഇപ്പൊ ഒന്നുകൂടെ പറയുവാണെങ്കിൽ എന്നോട് സംസാരിച്ചിട്ട് ഡയറക്റ്റ് പോയിട്ട് നിന്റെ കൂട്ടത്തിലുള്ളവന്മാരോട് ബ്രോ ഞാൻ ബ്രോനോട് സംസാരിച്ചിട്ട് ബ്രോ അവന്മാരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും പറയാം. ബ്രോനോട് ഞാൻ ആകെ ഒന്ന് പറഞ്ഞ എന്താണ് ബ്രോ ഗ്യാങ് സിറ്റുവേഷൻ ആണ് അവിടെ നിന്ന് മാറാൻ. അപ്പൊ ബ്രോ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ ഒന്നും മിണ്ടില്ല, ഞാൻ തിരിച്ചു പോകുന്നു. അവിടെ നിന്നോട്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകണം. അല്ലാണ്ട് ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഞാൻ ബ്രോയ്ക്ക് ബാഡായി കാണും. ഞാൻ ഈ സിറ്റിസനോട് വല്ലതും പറഞ്ഞിട്ടായിരിക്കും ബ്രോ എന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഓർത്താണ് ഞാൻ പറഞ്ഞത്. കുറെ ഉച്ചാട് സിറ്റിസൻസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവന്മാരെല്ലാം പറഞ്ഞപ്പോഴായിരിക്കും ബ്രോയ്ക്ക് അതാണ് രണ്ടാമതൊന്നും ഞാൻ പറഞ്ഞിരിക്കും. ബ്രോയ്ക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ മിസ്കമ്മ്യൂണിക്കേറ്റ് ആയതാണോ എന്ന് അറിയാനായിട്ടാണ് ബ്രോന്റെ അടുത്ത് അങ്ങനെ വന്നത്. അപ്പോഴാണ് ബ്രോ അമ്പി കളിക്കില്ലെന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് അതെന്നെ പറ്റി തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരോട് അത് ഒരു സാമാന്യ കുറച്ച് നാളായിട്ട് റോബ് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ മാത്രം പറയൂ. എന്നോട് സംസാരിച്ചിട്ട് അപ്പൊ തന്നെ നീ അപ്പുറം ചെന്നിട്ട് കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. അല്ല ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. പിന്നെ എന്താണ് പറയുന്നത്? പിന്നെ പറയുന്നത് എടാ നീ പറഞ്ഞടാ, നീ അങ്ങനെ പറഞ്ഞ് ഇവനൊക്കെ ഏതാടാന്ന് നീ പറഞ്ഞ കാര്യം തന്നെയാണ്. ആരാ പറഞ്ഞത്? അവനെ വിളിച്ചേ. അവൻ ആരാണ് ഈ സിറ്റുവേഷൻ ഇടയ്ക്ക് കയറി വന്നത്? അവനെ അല്ല കുറച്ച് അവിടെ കൊന്ന് കത്തിച്ചിട്ട് നമ്മളെ വന്നിട്ട് സംസാരിച്ചിരിക്കില്ലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ബ്രോ കയറി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഗ്യാസ് സിറ്റുവേഷൻ ആണ്, ബ്രോ ലീവ് ചെയ്യണമെന്ന് പറഞ്ഞു. ബേബി എന്റെ കൂടെയുള്ള കൂടെ നിൽക്കുന്നവൻ. അപ്പൊ അവന്മാര് കേട്ട കാര്യം കേട്ടു എന്ന് പറയുമ്പോ നീ ഞാൻ ചൂടൊന്നും ആയില്ലല്ലോ ബ്രോ. ഞാൻ സംസാരിക്കില്ലേ? ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ അവന്മാരുടെ അടുത്തായിരിക്കും സംസാരിച്ചത്. അഥവാ ബ്രോയ്ക്ക് എന്തെങ്കിലും ട്രിഗർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ബ്രോന്റെ അടുത്ത് ഞാൻ അത് പറഞ്ഞാൽ അത് വിട്ട്. ബ്രോ എനിക്ക് മനസ്സിലായി ബ്രോ മാറത്തില്ലെന്ന് ബ്രോന്റെ സംസാരിച്ചത് തന്നെ. പിന്നെ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യം മനസ്സിലായി. ഞാൻ അവിടെ മാറി. പിന്നെ ഇങ്ങനത്തെ വർത്താനം ഇങ്ങനത്തെ ഓരോ തോന്നിവാസം കാണിച്ചിട്ട് പിന്നെ വന്ന് സംസാരിച്ചാൽ ഒരു മിനിറ്റ്. ഇതിപ്പോ പറഞ്ഞിട്ട് ലൂപ്പ് ആവുള്ളൂ. മനസ്സിലായി ബ്രോയ്ക്ക് ഇപ്പൊ എന്താണ് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ആക്കണം? സിറ്റുവേഷൻ ഒന്നുമില്ല. ഇവൻ ഈ പറഞ്ഞ കാര്യം അല്ല ബ്രോ. ഒരു കാര്യം വേണ്ട, റിപ്പയർ വന്നത് സംസാരിച്ച് തീർക്കാൻ വേണ്ടിയായിരുന്നു. ഇവൻ അപ്പോഴും മര്യാദയ്ക്ക് സംസാരിച്ചായിരുന്നു. അപ്പോഴും അവന് അമ്പി കളിക്കുമല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യട്ടെ ബാത്തു, അവിടെ വന്ന് ഫ്രെഡി ഒരു മിനിറ്റ് ബോബോയ് അവൻ പറഞ്ഞെന്ന് വെച്ചാല് അവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് KVA, ഒന്ന് സിറ്റിസൺ സിറ്റുവേഷൻ. KVA സിറ്റുവേഷൻ ഓൾറെഡി സംസാരിച്ച് കഴിയുമ്പോഴാണ് ഈ ഷിബു കുറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്നത്. നമ്മളെ ആരോ കത്തിച്ചെന്ന് പറഞ്ഞിട്ട് ഷിബു കുറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ഉദ്ദേശിച്ചാണ് ഫ്രെഡി പറഞ്ഞത് കണ്ട ഊച്ചാളികളും ഉണ്ടാവും അവിടെ. അവരെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും. അല്ല ബോബോയ് ബ്രോ, ഞാൻ ഒരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ബ്രോ. ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ ഇവൻ അവിടെ വന്നിട്ട് അല്ലല്ല ഇപ്പൊ ഞങ്ങള് മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞു വിചാരിക്കും.
ഇവൻ അവിടെ സോൾവ് ചെയ്യാൻ വരും ബ്രോയുടെ അടുത്ത്. ഞങ്ങൾ ഇതുപോലെ ഇപ്പൊ സംസാരിക്കാൻ സോൾവ് ചെയ്യാൻ വന്നേ ഞാനല്ലേടാ സോൾവ് ചെയ്യാൻ അങ്ങോട്ട് വിളിച്ച്. അപ്പൊ അവന് വന്നിട്ട് മര്യാദക്ക് സംസാരിച്ചാൽ മതിയായിരുന്നു. അവൻ അവിടെ വന്നിട്ട് ആദ്യം മര്യാദക്ക് സംസാരിക്കുമല്ലോ. അവനോട് ചോദിച്ചപ്പോ പറഞ്ഞില്ല എന്നാ പറഞ്ഞ. അങ്ങനെ ഒരു കാര്യം അവൻ പറഞ്ഞിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. ഞാൻ ചെയ്യാത്ത കാര്യം എന്തിനാ പറയുന്നേ? എടാ കേട്ട കാര്യല്ലേടാ, ഞാൻ ബ്രോ ഞാൻ പറയാത്ത കാര്യം അന്ന് ഇവൻ എന്ത് വിശ്വാസം ഉണ്ട് ബ്രോ അവൻ കേട്ടെന്ന്? ഞാനും കേട്ടേടാ, അവൻ മാത്രല്ല ഞാനും കേട്ടേ. അവൻ പിന്നെ ഇത്ര നേരം ബ്രോ പറഞ്ഞ അവൻ കേട്ടോണ്ടിരുന്നല്ലേ? ഞാനും അവനും ഞാനാണ് ബ്രോ എന്ത് കേട്ടെന്നാ പറയുന്നത്? ഇവിടെ ഊച്ചാളിയുടെ കാര്യമാണോ പറയുന്നത്? വേറെ കാര്യം ഞാനിവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇന്നേ വരെ മാറ്റിയിട്ടില്ല. ബ്രോ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അവൻ പറഞ്ഞിട്ടുണ്ടെ പറയും, പറയാത്ത കാര്യം പിന്നെ പറഞ്ഞ കാര്യം തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കില്ല. പറയാത്ത കാര്യം ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുറച്ച് സംസാരിക്കാണ്ടിരിക്കും. 1 മിനിറ്റ് നിക്കോ? ഹലോ ബ്രോ, ഞങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് സിറ്റുവേഷൻ അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല. നിങ്ങൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇത് സിറ്റുവേഷൻ ആക്കണം ബ്രോ, അതിനുവേണ്ടി അല്ല സംസാരിക്കാം. സിറ്റുവേഷൻ ആക്കണമെങ്കിൽ വാരി പറക്കിട്ട് അങ്ങോട്ട് ഞാൻ പറയട്ടെ. ബൊബ്ബോയ് വന്ന് ചോദിച്ചു, ഫ്രെഡി പറഞ്ഞു. ഫ്രെഡി അവനോടാണ് പറഞ്ഞത്. ബൊബ്ബോയ് ചോദിച്ചു, ഫ്രെഡി പറഞ്ഞു അവള് സിറ്റിസണാണ് പറഞ്ഞത്. അവൻ അവന്റെ സൈഡ് പറഞ്ഞു. പിന്നെയും ബൊബ്ബോയ് പറഞ്ഞോണ്ടിരിക്കുക അവനെയാണ് പറഞ്ഞത്, അവനെയാണ് പറഞ്ഞത്. അവരെ കൂടുതലുള്ളവര് കേട്ട് ആ സിറ്റിസൺസ് അവിടെ ഒരു 4-5 പേരുണ്ട്. സിറ്റിസൺസ് ആ സിറ്റിസൺസിനെ നമ്മൾ ഇങ്ങനെ പറയുമ്പോ ക്ലിയർ ചെയ്യാൻ മാത്രമേ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങളൊരു സിറ്റുവേഷന്റെ ഇടയിലാണ് സിറ്റിസൺ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇപ്പൊ ബ്രോ പറഞ്ഞല്ലോ സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങൾ എന്റെ അടുത്തൊന്നും പറയത്തില്ല മാറിപ്പോണം ബ്രോ, ഗ്യാങ് സിറ്റുവേഷൻ ആണെന്ന്. നിങ്ങൾ ഞാനും ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയില്ലേ മാറിപ്പോവാൻ? അപ്പൊ ഞാൻ അതുപോലെ തന്നെ ബ്രോന്റെ അടുത്ത് പറഞ്ഞ മാറിപ്പോ. അപ്പൊ ബ്രോ പറഞ്ഞ പറ്റത്തില്ലെന്ന്. ഞാൻ വിട്ടത് അവിടെ മനസ്സിലായ ബ്രോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായി. ഇവ കേട്ടെന്നാണ് ബ്രോ പറഞ്ഞത്. ഏത് അവന്റെ പേരെന്താ മാക്കോ? ആ ഓക്കെ ഓക്കെ ശരി ബ്രോ. എടാ നിനക്ക് എന്ത് വേണ്ടെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് സമ്മതിക്കുന്നില്ല. ഞാൻ എന്തൊരു പറയാൻ, അമ്പിയോട് അമ്പി എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്നില്ല. ഈ 2 കൂടെയുള്ള 2 പേര് ഞാനിരുന്ന് ചെയ്യാത്ത കാര്യം ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കടാ. ചെയ്ത കാര്യമാണ് ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കണം. അപ്പോഴവന്മാര് പറയണം അമ്പി അമ്പി അമ്പി. ഞാൻ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ സംസാരിക്കാത്ത. ഞാൻ നിങ്ങൾ പറയാനുള്ള ഇത് ഇത്ര ഉള്ളതാണ്. ഇവ പറഞ്ഞ കാര്യം ഇപ്പൊ ചോദിക്കുമ്പോ ഇല്ല. അപ്പൊ എനിക്കെന്താ സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന പോലെയാണ് അവൻ സംസാരിക്കുന്നത്. എനിക്കെന്തിനാണ് ഇവന്മാരൊക്കെ ആയിട്ട് സിറ്റുവേഷൻ എടുത്തിട്ട്? എന്നാ നീ പറ, സോറി പറഞ്ഞ സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ. അങ്ങനെ പറഞ്ഞവൻ പറയില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ബ്രോ എന്നാ പറയുന്നത്. ഇതാണ് അവൻ പറയുന്നത്. ഞാൻ ലൂപ്പായിട്ട് പറഞ്ഞോണ്ടിരിക്കത്തുള്ളൂ. പിന്നെ ഇപ്പൊ നേരെ കയറി വെറുതെ കയറി വെടിവെക്കാൻ പറ്റൂലല്ലോടാ. ആര് ഇവൻ ഏതായാലും പറഞ്ഞാണ് ഈ ഊച്ചാളിന്ന് വിളിച്ചത് ശരിയാണ്. അവിടെ വെച്ച് എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ശരിയാണ്. പക്ഷെ സമ്മതിക്കാണ്ട് ഒരാളെ നമുക്ക് എങ്ങനെയാണ് 5 തവണ മാറ്റി ഓർമ്മയുണ്ടോ? മാറ്റി പറഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ ഇതിന്റെ ഇടയിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. വണ്ണ ഞാൻ ഇപ്പൊ ഗ്യാങ് അല്ലെന്ന് പറയും. എന്റെ അടുത്ത് ചൂടായി. എന്താടാ ബൈ ബൈ. നേരെ നമ്മളുടെ പറഞ്ഞേരെ ഇതിന്റെ പേരിൽ മാക്കിനെ എങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഈ സിറ്റുവേഷൻ ഞങ്ങൾ കണ്ടിന്യൂ വീട്ടിൽ വന്ന് അടിക്കുമെന്ന് പറഞ്ഞേരെ. അവൻ പറഞ്ഞു അവൻ പറഞ്ഞു. ഹലോ ബോബോയ്, നീ ബാക്കിയുള്ളവർ ഇന്ത്യ പോയോ?
അവരോട് പറഞ്ഞുതരാം. ഇതിന്റെ പേര് മാക്കിനൊരു സീനും വരരുത്. മാക്കിന് നിങ്ങൾ കൊണ്ടുപോയി വല്ലതും ചെയ്താ ഇപ്പൊ എന്താണെന്ന് നോക്കൂല, കയറി പണ്ണുവേ. അതിലൊരു മാറ്റവും ഇല്ല. എന്തേലും ഉണ്ട് ഇപ്പൊ സംസാരിക്കണായിരുന്നു. ഇനി ഇപ്പൊ സംസാരിക്കാൻ വയ്യാണ്ട് ഇനി മാക്കിന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻ എടുത്താൽ ഒരു മിനിറ്റ് ഞാൻ പറയുന്നേക്ക്. അവ കാര്യമായിട്ട് പറഞ്ഞതാ. കാരണം ഈ സിറ്റുവേഷനിൽ അവൻ ബോബോയല്ല പറഞ്ഞേക്കുന്നത്. കാരണം ഇവിടെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് സിറ്റിസന്റെ കുറച്ച് പ്രശ്നം. അവനറിയില്ല, എന്നെ അറിയില്ലല്ലേ അവന്, എന്നെ അറിയില്ല അവന്. അല്ലല്ല ഞാൻ പറയാ, ഇതില് കുറച്ച് ദിവസമായിട്ട് സിറ്റിസനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതിന്റെ ഇടയ്ക്കാണ് ആ സിറ്റുവേഷൻ ഞാനത് വിട്ടു. എനിക്കതൊരു സീനുമില്ല. ഞാനിപ്പോ പറയാനുള്ള പറഞ്ഞു, ഈ സിറ്റുവേഷൻ ഇവിടെ വിട്ട് മാക്കിന്റെ കഴിഞ്ഞ് ബേബിയുടെയും കഴിഞ്ഞ് എല്ലാവരുടെയും കഴിഞ്ഞ് ഇനി ഇതിന്റെ പേര് ഇവന്മാർക്ക് ആർക്കെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായാൽ ഞാനിത് വിടൂല. ഇപ്പൊ ആരാന്ന് പറഞ്ഞാലും എവിടെ കണ്ടാലും അടിക്കും. അതിലൊരു മാറ്റം. ആരാ പറഞ്ഞു നീ തൊടണ്ട. നിനക്കൊക്കെ ഇപ്പൊ സംസാരിച്ചപ്പോ സംസാരിക്കണ്ടായിരുന്നല്ലോ. നീ ഒന്നും തൊടണ്ട. നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. അല്ല ചോദിച്ചോട്ടെ, മെമ്പർ ആണോ? ടി വി മെമ്പർ അല്ല, നമ്മുടെ കൂടെ ഞാനൊരു കാര്യം ചോദിച്ചല്ലേ ബ്രോ, ചോദിച്ചല്ലേ ഞങ്ങളോട് നിൽക്കും. നിനക്ക് തൊടാൻ പറ്റുമോ? നീ തൊട്ട് കാണിക്കും. നീ കൂടുതൽ വർത്താനം പറയില്ല. ഇനി പറയില്ല, നീ മാപ്പിനെ തൊട്ട് കാണിക്കും. ഞങ്ങൾ ഇവിടെ നിൽക്കുക. ഞങ്ങൾ ഇന്ന് മാപ്പിലൂടെ നീ നമ്മിപ്പോ തൊടുന്നപ്പോ പറഞ്ഞ എടാ നീ ഒന്ന് തൊട്ട് നോക്കടാ. നിനക്ക് ഇത്ര ചിരിക്കാനെന്താ? ഇവിടെ ചിരിക്കാനെന്താ? ഇപ്പൊ ചിരിക്കാനെന്താടാ? ചിരിക്കാനെന്താ? കളിയാക്കി പറ, ചിരിക്കാനെന്താ? നീയൊക്കെ അങ്ങ് ചെയ്യാൻ വാടാ, ചെയ്യാൻ വാ. നമ്മളൊക്കെ അവിടെ കാണും കേട്ടാ. നീയൊക്കെ അവന്റെ രോമത്തിൽ തൊടാൻ പറ്റുമെന്ന് നോക്ക് വന്ന് കേട്ടാ. രോമത്തിൽ തൊടാൻ പറ്റുമെങ്കിൽ വാ. ഒരു മോനില്ല പോടാ. നീയൊക്കെയല്ലേ പേടിച്ചപ്പോ വലിയ കരച്ചിലും കരഞ്ഞ് പോണണ്ട. അപ്പൊ നിങ്ങള് പോ, നമ്മളിവിടെ തന്നെ നിൽക്കും കേട്ടോ. നോക്കാം. നീയൊക്കെ തൊട്ട് നോക്കടാ. നീയൊക്കെ തൊട്ട് നോക്ക്. തൊട്ട് നോക്കിട്ട് നീയൊക്കെ നിൽക്കൂടെ നടക്ക് കേട്ടാ. തൊട്ട് നോക്കിട്ട് നടക്ക്. എന്താടാ ഇപ്പൊ ഉറപ്പില്ലടാ. തൊടാ, ഇപ്പൊ പോയി തൊടാ. ഇപ്പൊ തൊടാ. ചെല്ലടാ. എന്തേ തൊടാനുള്ളേ? എന്തേ പേടിച്ച് പോവാണോടാ? പേടിച്ച് പോവാണോ? പോടാ എടുത്തോണ്ട് പോടാ. തൊടാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തൊടാ. വലിയ കോണയൊന്നും വേണ്ട കേട്ടോ. മറ്റേ മാക്കിന്റെ സീനിലെ അവൻ അടിച്ചിട്ട് വെല്ലുവിളിച്ചിട്ടാ പോയണ നിന്നെ അടിക്കും. വണ്ടി ബാക്കിലോട്ട് അവനടിച്ചു വന്നോ? എവിടെ ബാക്കിലേക്ക് അടി? അവനെ അടിച്ചോല്ലേ? വണ്ടി തിരിച്ചു പറഞ്ഞേ. അവര് തിരിച്ചു പറഞ്ഞേ. കുത്തു അമ്മര് കുത്തി. வில்ல தனியா ஃபைட் பண்ற பாரு கூட போ. 3 down. பண்ணு. എടാ ഫ്ലോട്ടിനെ മൂന്ന് പേര് അടിച്ചിട്ടുണ്ട്. ഫ്രെഡിനെ ഹോസ്റ്റേജ് ഇറ. നമ്മളെ കൊണച്ചിട്ട് നമ്മൾ അടിച്ചത് വെല്ലുവിളി വേണ്ട ബ്രോ. മാനിയായിട്ട് സംസാരിക്കണേ. ചുമ്മാ കരുത് കോണ അടിക്കല്ലടാ. അത് കഥയുള്ളൂ പറയാൻ. എടാ വെറുതെ വിട്ടിയല്ലേടാ. ഞാൻ എന്റെ കേസ് പോലും ഇല്ലാണ്ട് വെറുതെ വിട്ടിയല്ലേ. അവൻ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട ബ്രോ. ടി വി മനസ്സിലായോ? വണ്ടി കിടന്ന് ഇറങ്ങുന്നവരാ. എടാ ഫ്രെഡി ഉണ്ടോടാ ഈ കൂട്ടത്തിൽ? ഫ്രെഡി ഉണ്ട്, അവനെ എടുക്കടാ. ഗ്യാങ് ഹൗസി വാടാ. ഞാനൊരു കാര്യം പറയട്ടാ, ഇവന്മാരെ വിടറാ. അവന്മാരെ ചോദിക്കാൻ പറഞ്ഞാ നമുക്ക് ലീവ് ചെയ്യാം. നമ്മൾ അടിച്ചില്ലേ?
ഇനി അവനെ കൊണ്ട് ഹോസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്? നമ്മള് മര്യാദക്കാണ് സംസാരിച്ചേ. ചന്ദ്രു, ഞാൻ ഈ കണ്ടോളാന്നൊക്കെ പറഞ്ഞ് വെല്ലു വിളിച്ചേണ്ട. മര്യാദ സംസാരിച്ചു. ആരും ഞാൻ ഇത്ര നേരം റോങ് ആയിട്ടൊന്നും സംസാരിച്ചില്ല. അവരുടെ മര്യാദക്ക് സംസാരിച്ചേ. ചന്ദ്രു, ഈ സിറ്റുവേഷൻ പറഞ്ഞ് സോൾവ് ആക്കി വിട്ടിയാ പൊക്കോ. നമുക്ക് ഈ സിറ്റുവേഷൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടിയാ. ഇത് അവനെ എടുക്കണോ, ഹോസ്റ്റ് എടുക്കണോന്ന് ചോദിച്ചേ. ഇനിയിപ്പോ നമുക്ക് പിന്നടിക്കാം. ഇനി വേണ്ട, ഹോസ്റ്റലൊന്നും എടുക്കണ്ട. ഹോസ്റ്റലൊക്കെ എന്തിനാ? ഹോസ്റ്റലൊന്നും വേണ്ട. ജീവനോടെ ഇരിപ്പുണ്ട് ഒരു വണ്ടിയിൽ. എന്ത് ചെയ്യണം? മോനെ സുഖ കിടപ്പാണോടാ? ഇവൻ K50 ആണ് കേട്ടോ. കൊത്തിട്ടില്ല എവിടെ? അവനൊന്ന് ഓർമ്മ വന്നോട്ടോ, വരട്ടെ. നമ്മളെ കൊന്നുള്ള ഒരു ഓർമ്മ വരില്ല. അവൻ പോയിട്ട് പറയട്ടെ. അവനോട് പറഞ്ഞു വിട്ടേ. അവനോട് കുറച്ചേരം അടിച്ചിട്ടുണ്ട്. കൂട്ടത്തിലൊരു 10 കൂടെ കിടപ്പുണ്ട്. ബാക്കിയുള്ള 5 പേര് നമ്മളാ മുതുക്കില് വളവിലുണ്ടാ. ചായ കുടിച്ചിട്ട് വരാം. 10 പേര് ഇവിടെ കിടപ്പുണ്ട്. ബാക്കിയുള്ള 5 പേരോട് പറ വരുവാണെ വരാൻ പറ കേട്ടാടാ.